ഡയബറ്റിസ് പ്രമേഹം ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് മോണരോഗത്തിന്. കാരണം എന്താ വെച്ചാൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വളരെ കൂടുന്നത് കൊണ്ട് തന്നെ അപ്പോൾ നമ്മുടെ വായ്ക്കകത്തുള്ള ബാക്ടീരിയയുടെ എണ്ണവും ഗണ്യമായി വർദ്ധിക്കുന്നു. അതിൻ്റെ കാരണമായിട്ടാണ് മോണരോഗം വരുന്നത്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ചികിത്സ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പ്രോഗ്രസ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ മോണവീക്കത്തിൽ നിന്ന് മോണപഴുപ്പിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡയബറ്റിസ് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. മോണരോഗത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ വന്നാൽ തന്നെ അപ്പം തന്നെ നിങ്ങൾ ഒരു ദന്താരോഗ്യ വിദഗ്ധനെ കാണണം. ഡയബറ്റീസ് കൺട്രോളിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. പിന്നെ ദന്തശുചിത്വം പാലിക്കുക. പിന്നെ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. പിന്നെ ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആണെന്നുണ്ടെങ്കിൽ ഇവർക്കും നമുക്ക് മറ്റുള്ള ട്രീറ്റ്മെൻറ്റ്സ് തന്നെ കൊടുക്കാൻ പറ്റും. പക്ഷേ അൺകൺട്രോൾഡ് ആയിട്ടാണ് ഡയബറ്റീസ് ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത് ഒരു ഡോക്ടറിൻ്റെ കൺസെൻറ്റ്, അവരേത് ഡോക്ടറിനെയാണോ കാണുന്നത് അവരുടെ ഫിസിഷ്യൻ കൺസെൻറ്റ് സമ്മതം എടുത്തതിന് ശേഷമായി, കാരണം ബ്ലീഡിംഗ് ഉള്ള പ്രൊസീജിയർ ആണല്ലോ. പിന്നെ ചിലപ്പം പ്രമേഹത്തിൻ്റെ ഡോസ്, പ്രമേഹ രോഗത്തിനുള്ള ഡോസ്, മരുന്നിൻ്റെ ഡോസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരാം. അങ്ങനെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് തന്നെ ഇവർക്കും കൊടുക്കാൻ കഴിയും.